ഇടയ്ക്കൊക്കെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ആകാമല്ലേ. അപ്പം ഞാൻ പപ്സ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. എന്താകുമെന്നൊന്നും അറിയില്ല. ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നു പപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അല്പം മെനക്കേടായതുകൊണ്ടൊന്നും മടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എത്രത്തോളം പെർഫെക്റ്റ് ആകുമെന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നതെല്ലാം 100% പെർഫെക്റ്റ് ആകണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാം ഒരു KKPP മൈൻഡിൽ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു പരീക്ഷണത്തിലൂടെയാണ് കേട്ടോ ഞാനൊരു ഹോം ബേക്കർ ആയതും. എനിക്കിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ യൂട്യൂബിലൊക്കെ ഞാൻ ഒരുപാട് റെസിപ്പീസ് വീഡിയോസ് കാണുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കേക്കിൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയത്. അങ്ങനെ കണ്ട് 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 ഒരു ദിവസം ഞാൻ കേക്ക് ഉണ്ടാക്കി നോക്കി. പെർഫെക്റ്റായി കിട്ടി. അപ്പോഴത്തേക്കിന് എനിക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയണമെന്ന് തോന്നി. അങ്ങനെ യൂട്യൂബിൽ തന്നെ ഞാൻ അതിൻ്റെ ക്ലാസ്സസൊക്കെ കണ്ടു. യൂട്യൂബാണ് എൻ്റെ കേക്കിൻ്റെ ഗുരു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത്. പിന്നെ ഈ പപ്സ് 15 രൂപയ്ക്കാണ് നമുക്ക് കടയിൽ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇത് 15ൻ്റെ അല്ല 50ൻ്റെ പണിയുണ്ട് ഇതിൻ്റെ പിന്നിൽ. നല്ലൊരു കഷ്ടപ്പാടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ തോന്നി. ഇനി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ ഡോ ഒക്കെ റെഡിയാക്കി മൊത്തത്തിൽ നമ്മൾ 3 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് 1 മണിക്കൂർ കഴിയുമ്പം വീണ്ടും എടുത്ത് പരത്തി മടക്കി, അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും എടുത്ത് പരത്തി മടക്കി, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓയിലിന് പകരം ബട്ടറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മസാലയെല്ലാം റെഡിയാക്കി എല്ലാം പപ്സിൻ്റെ ഷേപ്പിലാക്കി എടുത്തു. ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ വീഡിയോ ഒരു അത്യാവശ്യം ഷേക്ക് ആയിട്ടുണ്ട്. സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടില്ല. ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ അനങ്ങാതിരിക്കാൻ പറ്റും. ഇടയ്ക്കൊക്കെ ഓരോ ഡാൻസ് കളിക്കണമെന്ന് അതിനും ആഗ്രഹം കാണത്തില്ലേ. അങ്ങനെ നമ്മുടെ കേക്കല്ല പപ്സ്, എപ്പോഴും കേക്കെന്ന് വരുന്നത്. പപ്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ലേയേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഷീറ്റ് ഒരല്പം ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. താങ്ക്